നമസ്കാരം. ഈ ലവ് ജിഹാദ് കേരളത്തെയും കൊണ്ടേ പോകൂ എന്ന മട്ടിലാണ്. നമ്മുടെ രാഷ്ട്രീയത്തിലും സാംസ്കാരിക രംഗത്തും സാമൂഹ്യ ജീവിതത്തിലും നിരന്തരമായി ഉയരുന്ന ഒരു ഭീഷണിയായിട്ട് ലവ് ജിഹാദ് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ BJP നേതാവായി മാറിയിരിക്കുന്ന PC ജോർജാണ് ലവ് ജിഹാദിൻ്റെ പേരിൽ വലിയ കലാപം ഉണ്ടാക്കുന്നത്. PC ജോർജിനെ കൊണ്ട് നമ്മുടെ നീതിന്യായ പീഠം ഏതാണ്ട് തോറ്റ മട്ടാണ്. മനുഷ്യർ തമ്മിൽ വെറുപ്പുണ്ടാക്കുന്ന പ്രസ്താവനകൾ ഇനി നടത്തരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് 2 തവണ വലിയ താക്കീതോടുകൂടി 2 തവണ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു. പക്ഷേ ജാമ്യത്തിൽ പുറത്തിറങ്ങിയിട്ട് അദ്ദേഹം അതേ പണി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തെ എങ്ങനെയാണാവോ നമ്മുടെ കോടതികൾ കൈകാര്യം ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തെ നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം. അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് ലവ് ജിഹാദിൽ കേരളം വല്ലാതെ പൊറുതിമുട്ടുകയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സ്വന്തം സമുദായം ക്രിസ്തീയ സമുദായം വലിയ തോതിൽ വേട്ടയാടപ്പെടുകയാണ്. ക്രിസ്തീയ സമുദായത്തിലെ പെൺകുട്ടികൾ വലിയ തോതിൽ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടുകയോ മതം മാറ്റം ചെയ്യപ്പെടുകയോ ചെയ്യുകയാണ്. അദ്ദേഹം ഒടുവിൽ പറഞ്ഞൊരു കണക്ക് മീനച്ചിൽ താലൂക്കിൽ കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിൽ മാത്രം 400 പെൺകുട്ടികൾ 400 ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഇങ്ങനെ മതം മാറ്റപ്പെട്ടിരിക്കുന്നു. അതിൽ കഷ്ടപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റും NIA ഒക്കെ പണിയെടുത്തിട്ട് 41 കുട്ടികളെ മാത്രമേ തിരിച്ചെത്തിയിട്ടുള്ളൂ എന്നാണ്. ഇതിനെ കണക്കൊക്കെ നമുക്ക് വിട്ടു നിർത്താം. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ഈ കണക്കുകൾക്കൊക്കെ വല്ല അടിത്തറയുണ്ട്. എവിടുന്നാണ് ഈ 400-ൻ്റെ കണക്ക്, എവിടുന്നാണ് 41-ൻ്റെ കണക്ക് എന്നൊക്കെ PC ജോർജിനോട് പോലും ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതേസമയത്ത് പെരുപ്പിച്ച കണക്കുകൾ അങ്ങനെ കേരള സ്റ്റോറി എന്ന ഒരു ഡോക്യുമെൻ്ററി പോലും വലിയ വിവാദം ഉണ്ടാകുന്ന അങ്ങനെയാണ്. പെരുപ്പിച്ച കണക്കുകൾ വലിയ തോതിൽ 2 കിട്ടിയാൽ അത് 200 2000 പറയുന്ന ഒരു രീതി നമ്മുടെ കേരളത്തിലുണ്ട് എന്നതാണ് പൊതുവെ നമ്മുടെ പുതിയ കാലത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയാണത്. പ്രത്യേകിച്ച് ഈ മുസ്ലിം വിരുദ്ധമായ കഥകൾക്കും സ്റ്റോറികൾക്ക് വാർത്തകൾക്ക് ഒക്കെ വലിയ തോതിൽ പെരുപ്പിക്കലുകൾ നടക്കുന്ന കാലമാണ്. മാത്രമല്ല പലപ്പോഴും ഒരു അടിത്തറയുമില്ലാത്ത വാർത്താശകലങ്ങൾ വീഡിയോ ക്ലിപ്പുകൾ ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ പോലും കണ്ടെടുക്കപ്പെടുകയാണ്. അത്തരം കേന്ദ്രങ്ങൾക്കെതിരായി പലപ്പോഴും ഞങ്ങളൊക്കെ തന്നെ സംസാരിക്കുകയും ഫാക്ട് ചെക്കിംഗ് നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ നുണ ഫാക്ടറികളുടെ ഒരു ഉൽപ്പന്നമായിട്ട് ലവ് ജിഹാദ് ഉൾപ്പെടെ മാറിയിട്ടുണ്ട് എന്ന് വാസ്തവമാണ്. പക്ഷേ കൂട്ടത്തിൽ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ലവ് ജിഹാദ് ഇല്ല എന്നാണോ ഇതിനർത്ഥം? എന്താണ് ലവ് ജിഹാദ്? ലവ് ജിഹാദ് എന്നതുകൊണ്ട് നമ്മൾ ഇന്ന് അർത്ഥമാക്കുന്ന ഒരു വാക്ക് എന്താണ്? ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ വാക്കുകൾക്ക് അർത്ഥമുണ്ടാകുന്ന പ്രയോഗത്തിലൂടെയാണ്. ലവ് അല്ല, ജിഹാദും അല്ല, ലവ് ജിഹാദ്. ലവ് എന്ന് പറയുന്നത് പ്രണയത്തെ ഒരു കെണിയാക്കി മാറ്റിയിട്ട് മതത്തിലേക്ക് ആളെ കൂട്ടാൻ ആരെങ്കിലുമൊക്കെ നടത്തുന്ന വർഗീയവാദികൾ, ഏത് വർഗീയവാദികളും അങ്ങനെ ശ്രമിച്ചാലും അത് ലവ് ജിഹാദാണ്. പ്രത്യേകിച്ച് അത് ഇസ്ലാമിലേക്ക് മതം മാറി വരുന്നതിനാണ്. ഏതെങ്കിലും മറ്റു മതങ്ങളിൽ നിന്ന് നിരന്തരമായി പ്രണയം നടിച്ച് പ്രണയം ഒരു കെണിയാക്കി മാറ്റിയിട്ട് പെൺകുട്ടികളെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നൊരു ഏർപ്പാടിനെയാണ് പൊതുവേ നമ്മൾ ലവ് ജിഹാദ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു ഏർപ്പാട് രാജ്യത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് അങ്ങനെ ഇല്ല എന്ന് പറയുന്നവരുണ്ട്. ലവ് ജിഹാദേ ഇല്ല, അങ്ങനെ ഇല്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ ആദ്യമേ അത് വളരെ കൃത്യമായിട്ട് വ്യക്തമായ നിലപാടെടുത്തതാണ്. ലവ് ജിഹാദ് ഉണ്ട്. അത് വളരെ കൃത്യമായി മതത്തെ ഒരു കെണിയാക്കിയിട്ട് അല്ലെങ്കിൽ പ്രണയത്തെ ഒരു കെണിയാക്കിയിട്ട് മതത്തിലേക്ക് ആളെ കൂട്ടുന്നൊരു ഏർപ്പാട് ഇല്ല എന്ന് ഞാൻ പറയില്ല. അനുഭവങ്ങൾ പലപ്പോഴും ഞങ്ങൾക്കൊക്കെ ഉണ്ട്. മാത്രമല്ല അത് നമ്മുടെ NIA തന്നെ കണ്ടുപിടിച്ചതാണ്. മുസ്ലിം പെൺകുട്ടികളെ മതം മാറ്റുകയും അഫ്ഗാനിസ്ഥാനിലേക്കും യമനിലേക്കൊക്കെ കടത്തിക്കൊണ്ടു പോവുകയും ചെയ്ത അനുഭവങ്ങൾ നമുക്ക് ധാരാളമുണ്ട്. അതുകൊണ്ട് ലവ് ജിഹാദ് ഇല്ല എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ എണ്ണം ഇത്രയുണ്ടോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇത് നിയമത്തിന് മുമ്പിൽ വന്നിട്ടുണ്ടോ? നമ്മുടെ ഹൈക്കോടതിയിലെ തന്നെ ഒരു ജഡ്ജി ഒരിക്കൽ ഇതിനെതിരായി വലിയ ഉത്കണ്ഠയോടുകൂടിയുള്ള പരാമർശങ്ങൾ നടത്തിയതാണ്. പക്ഷേ അന്നും നമ്മൾ പറഞ്ഞത് ഇവിടെയാണ് തെളിവ് എന്നാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ലവ് ജിഹാദ് പോലുള്ളൊരു കേസ്, ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടി പ്രണയത്തിൽപ്പെട്ട് അവളെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായിട്ടാണ് പ്രണയത്തിൽപ്പെടുക. പക്ഷേ അവളെ പ്രണയിക്കുന്നയാൾ ഒരു കെണിയായി പ്രണയത്തെ ഉപയോഗിച്ചതായിരിക്കും. അങ്ങനെ ഒടുവിൽ അവനോടുള്ള ഇഷ്ടം കൊണ്ട് അവൻ്റെ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാനിടയാകുകയും പിന്നീട് അവൻ്റെ വിശ്വാസത്തിന് വേണ്ടിയിട്ട് ജീവിതവും ജീവനും തന്നെ ത്യജിക്കേണ്ടി വരികയും ചെയ്ത അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അത് കോടതിയിലെത്തുന്നത് വളരെ കുറവാണ്. പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിൻ്റെ ചെറിയൊരു പങ്കേ കോടതിയിലെത്തുള്ളൂ. പലതും പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ ഒത്തുതീരും. ഇനി മഹാഭൂരിപക്ഷം പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ ചെല്ലില്ല. കാരണം ഇത് പെൺകുട്ടിയുടെ ഭാവിയാണ്, കുടുംബത്തിൻ്റെ അന്തസ്സാണ്, സാമൂഹ്യമായ സ്റ്റാറ്റസാണ്. അതുകൊണ്ട് ഒരുപാട് ഘടകങ്ങളുള്ളതുകൊണ്ട് ആരും കോടതിയിൽ പോകാറില്ല. അതുകൊണ്ട് ലവ് ജിഹാദ് നടക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം പലപ്പോഴും കണക്കുകളെ വിശ്വസിക്കാൻ വയ്യ. അത് ഓതൻറ്റിക് അല്ല. ഏതാ സോഴ്സ് എന്ന് ചോദിച്ചാൽ ആർക്കും പുഹയായിരിക്കും ഉത്തരം, കൃത്യമായ ഉത്തരങ്ങളൊന്നുമില്ല. ഈ കൂട്ടത്തിൽ ഞാൻ ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ ലവ് ജിഹാദ് എന്താണ്? പ്രണയം നടിച്ച്
പെൺകുട്ടികളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഹീനമായ ഏർപ്പാടിനാണ് ലവ് ജിഹാദ് എന്ന് നമ്മൾ ഇന്ന് വിളിക്കേണ്ടത്. അപലപിക്കപ്പെടേണ്ടതാണ്. നിയമം എല്ലാ മാർഗേണയും സാമൂഹ്യമായി അതിനെ തടയേണ്ടതാണ്. സാമാന്യബോധമുള്ള മാനവികതയുള്ള എല്ലാ മനുഷ്യരും അതിനെ എതിർക്കേണ്ടതാണ്. കാരണം ഈ പ്രണയമെന്ന് പറയുന്നത് ഭൂമിയിൽ ഏറ്റവും വിശുദ്ധമായൊരു വികാരമാണ്. അതിനകത്ത് മതം മാത്രമല്ല, ഒന്നും മതം, ജാതി, സമ്പത്ത്, വിശ്വാസം, ദൈവം, സമൂഹം, രക്ഷിതാക്കൾ, ഇങ്ങനെയുള്ള ഘടകങ്ങളൊന്നും വരാൻ പാടുള്ള ഒന്നല്ല. പരമപവിത്രമായൊരു വികാരത്തിൻ്റെ പേരാണ്. അതിനെ മതത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് അങ്ങേയറ്റം തെറ്റാണ്. അത് ഉപയോഗപ്പെടുത്തുന്നവർ തെറ്റാണ്. അവർ ആരുടെയെങ്കിലും ചട്ടുകമായി തീരുന്നുണ്ടെങ്കിൽ അതും തെറ്റാണ്. എല്ലാ അർത്ഥത്തിലും തെറ്റാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ലവ് ജിഹാദ് എന്ന് വിളിക്കേണ്ടത് എന്തിനെയാണ്? ഇപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അർത്ഥത്തിലാണോ ലവ് ജിഹാദ് എന്ന വാക്കിൻ്റെ യഥാർത്ഥ പ്രയോഗം ഉണ്ടാവേണ്ടത്? ലവ് ജിഹാദ് എന്ന് പറയുന്നത് പ്രണയത്തിന് വേണ്ടിയുള്ള ധർമ്മസമരം. ജിഹാദ് മതപരിവർത്തനത്തിൻ്റെ പേരൊന്നും അല്ല കേട്ടോ. ജിഹാദ് അവനവൻ്റെ ആത്മാവിനോട് തന്നെയും ഉള്ള പോരാട്ടത്തിൻ്റെ പേരാണ്. അങ്ങനെ ഒരു അർത്ഥമുണ്ട് കൃത്യമായി. ധർമ്മസമരം എന്ന് പറയുന്ന അവനവൻ്റെ തന്നെ അധാർമികതയ്ക്കെതിരായി നടത്തുന്ന പോരാട്ടത്തിൻ്റെ പേര് കൂടിയാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ധർമ്മസമരമാണ് ജിഹാദെങ്കിൽ, ലവ് പ്രണയമാണെങ്കിൽ, പ്രണയം എന്ന വിശുദ്ധ വികാരത്തിന് വേണ്ടി മറ്റെല്ലാം ത്യജിച്ച് നടക്കുന്ന ഒരു പലപ്പോഴും ജീവൻ പണയം വെച്ച് നടത്തുന്ന വലിയ ധർമ്മസമരങ്ങൾക്ക് ആണ് ലവ് ജിഹാദ് എന്ന് വിളിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അത്തരം ഒരു സന്തോഷം കൂടി ഈ മാസം കേരളം കണ്ടു. അത് പറഞ്ഞാലേ ഇത് പൂർത്തിയാവുള്ളൂ. അതാണ് യഥാർത്ഥ ലവ് ജിഹാദ് എന്ന് പറയാനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. ആ ലവ് ജിഹാദ് എന്താണ്? ജാർഖണ്ഡിൽ രണ്ട് ചെറുപ്പക്കാർ തമ്മിൽ ഇഷ്ടത്തിലായി. ഒരാളുടെ പേര് മുഹമ്മദ് ഗാലിബ് എന്നാണ്, മിർസ ഗാലിബിൻ്റെ പേരാണ്. മറ്റേയാളുടെ പേര് ആശാ വർമ്മ എന്നാണ്. ഒരാൾ ഒരാൾ മുസ്ലിമാണ്, മറ്റേയാൾ ഹിന്ദുവാണ്. അവർ പ്രണയിച്ചു. ചെറുപ്പം തൊട്ട് പ്രണയം 10 കൊല്ലത്തിലേറെയായി അവർ പ്രണയത്തിലാണ്. അത്രയും ആർക്കും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി മുഹമ്മദ് ഗാലിബ് വിദേശത്ത് ഗൾഫ് രാജ്യത്ത് പണിയെടുക്കാൻ പോയി. അപ്പോഴാണ് ഇവൾ ആശാ വർമ്മ കാത്തിരിക്കുന്നത് ഗാലിബിന് വേണ്ടിയാണ് എന്ന് കുടുംബത്തിലറിയുകയും നാട്ടിലറിയുകയും അത് സമുദായം വലിയ ഇഷ്യൂ ആക്കി എടുക്കുകയും രണ്ടു പക്ഷത്തും രാഷ്ട്രീയ കക്ഷികൾ രംഗത്ത് വരികയൊക്കെ ചെയ്തപ്പോഴാണ് കോലാഹലമാകുന്നത്. അവളെ നിർബന്ധിച്ച് മധ്യവയസ്കനായ ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ട് കുടുംബത്തിൻ്റെ അന്തസ്സ് കാത്തു കളയാമെന്ന് ആശാ വർമ്മയുടെ കുടുംബം തീരുമാനിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഗാലിബ് വിവരമറിഞ്ഞു. അതിവേഗത്തിൽ ജാർഖണ്ഡിലെ അവൻ്റെ നാട്ടിൽ രാംഗഡ് ജില്ലയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും നാട്ടിലേക്ക് വന്നിട്ട് നാട്ടുകാരെ ഒക്കെ ബോധ്യപ്പെടുത്തി, പരമാവധി എല്ലാവരെയും ബോധ്യപ്പെടുത്തിയിട്ട് എനിക്ക് ആശയെ ഇഷ്ടമാണ്, ഞാൻ അവളെ കല്യാണം കഴിക്കാൻ എനിക്ക് അനുവാദം തരണം, സമ്മതിക്കണം, നിങ്ങൾ സഹായിക്കണം എന്നൊക്കെ പലരോടും പറഞ്ഞു നോക്കിയെങ്കിലും അതോടുകൂടി കലാപം തുടങ്ങി. ആ നാട്ടിലാകെ വലിയ കലാപം, കോലാഹലം. രണ്ടു പക്ഷത്തും വർഗീയവാദികൾ, രണ്ടു പക്ഷത്തും രാഷ്ട്രീയ ശക്തികളൊക്കെ കോലാഹലമായപ്പോൾ എന്തു ചെയ്യും? ജീവൻ പോലും അപകടത്തിലായി. രണ്ടുപേരെയും തട്ടിക്കളയും എന്ന മട്ടിലായി. ഇവൾ വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി നിന്നപ്പോൾ അവളുടെ കുടുംബത്തിൽ അവൾക്കും ഭീഷണിയായി. ഇവനെ കൊല്ലാനുള്ള കൊട്ടേഷൻ ഉൾപ്പെടെയുള്ള പല സംഗതികളും വലിയ തോതിലുള്ള ഭീഷണികൾ വന്നു. ആ സമയത്ത് മുഹമ്മദ് ഗാലിബിന് എന്തു ചെയ്യുമെന്ന് ഓർത്ത് ഉറക്കമില്ലാതെ കഴിഞ്ഞ ഒരു രാത്രിയിൽ അവന് ഓർമ്മ വന്നു അത്രേ. കേരളത്തിൽ കായംകുളത്തുകാരൻ ഒരാൾ ഈ ഗാലിബിൻ്റെ കൂടെ ഗൾഫിൽ പണിയെടുത്ത ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവനെ വിളിച്ചു സങ്കടം പറഞ്ഞു. അവൻ പറഞ്ഞു, ഒന്നും ആലോചിക്കേണ്ട, നീ അടുത്ത വണ്ടിക്ക് ഇങ്ങോട്ട് കയറിക്കോ. അങ്ങനെ ഗാലിബും ആശയും കൂട്ടി ഒളിച്ചു കടന്നു. അങ്ങനെ ജാർഖണ്ഡിൽ നിന്ന് അവർ കേരളത്തിലെത്തുന്നു. സുരക്ഷിതമായി കായംകുളത്ത് താമസമാക്കുന്നു. പിറ്റേന്ന് രാവിലെ ഇവരെ എങ്ങനെയാണ് നിയമപ്രകാരം ജീവിപ്പിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചനയാവുന്നു. ഇതിലൊരു പ്രധാനപ്പെട്ട ഘടകം മതമാണ്. പ്രണയത്തിൻ്റെ പേരിൽ മതം ഒരു പ്രധാനപ്പെട്ട തടസ്സമായി വരികയാണ്. അവിടെ ഈ കായംകുളത്തുകാരുടെ സഹായത്തോടു കൂടി ഗാലിബ് ചെയ്ത ആദ്യത്തെ കാര്യം മതത്തെ നിഷേധിക്കുകയല്ല. ഗാലിബ് ചെയ്ത ആദ്യത്തെ കാര്യം അവിടുത്തെ ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ക്ഷേത്രാചാരപ്രകാരം, ആ നാട്ടുകാരുടെ ഒരു വലിയ മനസ്സെന്ന് പറയുന്നത്, ക്ഷേത്രാചാരപ്രകാരം ഇവളെ വിവാഹം ചെയ്യുന്നു. മതത്തെ നിരസിച്ചില്ല, ഹിന്ദു മതത്തെ ഒട്ടും അനാദരിച്ചില്ല. പിന്നീട് അവർ ചെയ്യുന്നത് അവിടുത്തെ ഒരു മുസ്ലിം പള്ളിയിൽ പോയിട്ട് ഈ കുട്ടിയെ നിക്കാഹ് ചെയ്യുന്നു. അതും വലിയ മനസ്സാണെന്ന് ഓർക്കണം. സാധാരണഗതിയിൽ അന്യവിശ്വാസത്തിൽ മതത്തിൽപ്പെട്ട ഒരു കുട്ടിയെ വിവാഹം ചെയ്യാൻ സാധാരണഗതിയിൽ നമ്മുടെ യാഥാസ്ഥിക സമൂഹം തയ്യാറാവാത്തതാണ്. പക്ഷേ മുസ്ലിം സമൂഹവും തയ്യാറായി എന്നതാണ് അത്ഭുതകരമായൊരു കാര്യം. മൂന്നാമത് ചെയ്തത് നിയമപ്രകാരം അവർക്ക് ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഈ വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള നോട്ടീസ് രജിസ്റ്റർ ഓഫീസിൽ പതിക്കുന്നു. അതിൻ്റെ കാലാവധിക്ക് കാത്തിരിക്കുകയാണ്. രജിസ്ട്രേഷൻ ഉടനെ തന്നെ നടക്കും എന്ന് വിചാരിക്കുന്നു. ഇതോടുകൂടി വലിയ ഭീഷണിയായി നാട്ടിൽ അറിഞ്ഞു
അറിഞ്ഞു. അവിടെ കേസ് കൊടുത്തു. 2 കേസാണ്. ഒന്ന് ലവ് ജിഹാദിൻ്റെ കേസാണ്, വേറൊന്ന് കിഡ്നാപ്പിംഗ് ആണ്. ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് കേസ്. 2 ഇവളെ മതം മാറ്റി എന്നതാണ് കേസ്. രണ്ടും അടിസ്ഥാനരഹിതമാണെന്ന് ജാർഖണ്ഡ് പോലീസ് വന്ന് കേരളത്തിൽ കായംകുളത്ത് വന്ന് അന്വേഷിച്ചു. മാത്രമല്ല അവരെ കടത്തിക്കൊണ്ടു പോകാൻ ഈ ആശാ വർമ്മയുടെ കുടുംബവും വന്നു. രണ്ടും നടന്നില്ല. കാരണം ആശ പറഞ്ഞു, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം, എനിക്ക് 27 വയസ്സുണ്ട്, ഗാലിബിന് 30 വയസ്സുമുണ്ട്, പ്രായപൂർത്തിയായ ഒരു ഇന്ത്യൻ പൗരയാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് എൻ്റെ ഇഷ്ടപ്രകാരം പോകുന്നതാണ്, എന്നെ ആരും കടത്തിക്കൊണ്ടു പോകുന്നതല്ല. രണ്ടാമത്തെ കാര്യം, ലവ് ജിഹാദ് എന്നൊരു പ്രശ്നമേ ഇതിനകത്തില്ല. കാരണം ഞാൻ എൻ്റെ ആചാരപ്രകാരമാണ്, ഹിന്ദുമത ആചാരപ്രകാരമാണ് ഞാൻ ആദ്യം കല്യാണം കഴിച്ചത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഹിന്ദു മതത്തെയും ഇസ്ലാം മതത്തെയും ആദരിച്ചുകൊണ്ട് രണ്ടിൻ്റെയും ആചാരമര്യാദകളെ പാലിച്ചുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കുന്നതിന് ഞങ്ങളെ വെറുതെ വിടണമെന്ന് തീരുമാനിക്കുകയും ഈ ജാർഖണ്ഡ് പോലീസ് തിരിച്ചു പോവുകയും കുടുംബത്തിന് ഒന്നും ചെയ്യാനാവാതെ അവർ മടങ്ങിപ്പോവുകയും ചെയ്തു. അതിനുശേഷം അവർ സമാധാനമായി ഈ കേരളത്തിൽ കായംകുളത്ത് കഴിഞ്ഞുകൂടുന്നുണ്ട്. ഇത് യഥാർത്ഥ ലവ് ജിഹാദാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇപ്പോഴും അവിടെ ജാർഖണ്ഡ് അടങ്ങിയിട്ടില്ല. ജാർഖണ്ഡിൽ ഇവർക്കെതിരായി വലിയ കോലാഹലങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോഴും അവരുടെ ജീവൻ ഭീഷണിയിലാണ്. ഹൈക്കോടതിയിൽ ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വക്കീൽ മുഖാന്തരം ഹൈക്കോടതിയെ ഇവർ സമീപിച്ചു. ഹൈക്കോടതി അവർക്ക് സംരക്ഷണം കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി ഇപ്പോൾ കേരളത്തിൽ കഴിയുകയാണ്. എന്നാൽ നാട്ടുകാരുടെ സപ്പോർട്ടുണ്ട്. ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ അവർക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ്. ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് യഥാർത്ഥ ലവ് ജിഹാദ് എന്താണ്. ലവിന് വേണ്ടിയുള്ള ജിഹാദ് അഥവാ പ്രണയത്തിന് വേണ്ടിയുള്ള ധർമ്മസമരമാണെങ്കിൽ ഇതാ ലക്ഷണമൊത്ത ഒരു ലവ് ജിഹാദ് കേരളത്തിൽ നടന്നിരിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം. 2, അങ്ങനെ ഒന്ന് നടത്താൻ ഇപ്പോഴും ഇന്ത്യയിൽ സുരക്ഷിതമായി സമാധാനത്തോടെ അങ്ങനെ ഒന്ന് നടക്കുന്ന ഒരു നാട് കേരളമാണ് എന്നത് അഭിമാനത്തോടെ മലയാളികൾക്കാകെ വിളിച്ചു പറയാവുന്ന ഒരു വലിയ സന്തോഷം കൂടിയാണ്. മൂന്നാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. ആപൽഘട്ടത്തിൽ ഈ മുഹമ്മദ് ഗാലിബിന് വിളിക്കാൻ തോന്നിയത് കായംകുളത്തെ ഒരു പ്രവാസിയെയാണ്. അതുകൊണ്ട് മുഴുവൻ പ്രവാസി സമൂഹത്തിനും അഭിമാനിക്കാം, കായംകുളത്തുകാർക്ക് അഭിമാനിക്കാം, ഒപ്പം പ്രവാസികൾക്കും അഭിമാനിക്കാം. നീ വാ, ഞാൻ ഏറ്റു എന്ന് പറയുന്നുണ്ടല്ലോ, അതൊരു ധൈര്യമാണ്. ആപൽഘട്ടത്തിൽ ആരാണോ പിന്തുണക്കുന്നത് അവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, ഈ 2 ആരാധനാലയങ്ങളുണ്ടല്ലോ. ഒരു മുസൽമാന് ഹിന്ദുവിനെ വിവാഹം ചെയ്യാൻ സൗകര്യം ചെയ്തു കൊടുത്ത ഹിന്ദു ക്ഷേത്രം, അതുപോലെ തന്നെ ഒരു ഹിന്ദുവിനെ നിക്കാഹ് ചെയ്യാൻ വിവാഹം ചെയ്യാൻ മുസ്ലിം ചെറുപ്പക്കാരന് സൗകര്യം ചെയ്തു കൊടുത്ത മുസ്ലിം പള്ളി കായംകുളം വലിയ മാതൃകയായി തീരുകയാണ്. ആ ഹിന്ദു ക്ഷേത്രവും മുസ്ലിം പള്ളിയും മാതൃകയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് സാധ്യമാകുന്നത് കേരളത്തിലാണ് എന്ന് കേൾക്കുമ്പോൾ കേരളത്തെക്കുറിച്ചുള്ള സ്റ്റോറികളൊക്കെ പലപ്പോഴും കേരള സ്റ്റോറി ഉൾപ്പെടെ വലിയ വിവാദമായിരുന്ന ഒരു നാട്ടിൽ യഥാർത്ഥ ലവ് ജിഹാദിൻ്റെ ഒരു സ്റ്റോറി രംഗത്ത് വരികയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ സമയത്ത് ചെയ്യാവുന്നത് നിയമത്തിൻ്റെ സംരക്ഷണം അവർക്ക് കൊടുത്തു. രാജ്യത്തിൻ്റെ ഒരു നിയമം വേണ്ട നേരത്ത് വേണ്ടതുപോലെ ആക്ട് ചെയ്തു എന്നതുകൂടിയാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് പോലീസ് സുരക്ഷ ഇല്ലാതെ തന്നെ സുരക്ഷിതമായി അവർക്ക് കഴിയാൻ മുഹമ്മദ് ഗാലിബിനും ആശാ വർമ്മക്കും കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അവർക്ക് ദീർഘകാലം സന്തോഷത്തോടെ ജീവിക്കാൻ, കുടുംബിനികളായി ദമ്പതികളായിട്ട് ജീവിക്കാൻ, വിവാഹ ജീവിതം മംഗളമായി തീരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഒപ്പം അവർക്ക് സ്വന്തം നാട്ടുകാർ ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് മാനവീകമായൊരു മനസ്സോടുകൂടി ആണും പെണ്ണും തമ്മിലുള്ള രണ്ട് മനുഷ്യർ തമ്മിലുള്ള ആത്മാവിൻ്റെ ബന്ധമാണ് പ്രണയം എന്ന് തിരിച്ചറിഞ്ഞ് അവരെ സ്വീകരിക്കാൻ അവരുടെ കുടുംബത്തിനും അവരുടെ നാട്ടുകാർക്കും സാധിക്കട്ടെ. ആ മനസ്സിലേക്ക്, ഒരു കേരളത്തിൻ്റെ മനസ്സിലേക്ക് ജാർഖണ്ഡ് ഉണരട്ടെ, വളരട്ടെ എന്ന് ആശംസിക്കാനും കൂടി ഈ സമയം നമുക്ക് വിനിയോഗിക്കാം. തീർച്ചയായും യഥാർത്ഥ ലവ് ജിഹാദ് ഇതാണ് എന്ന് പറയാൻ, അങ്ങനെ ഒന്നിൻ്റെ മാതൃക കാണിച്ചു കൊടുക്കാൻ കേരളത്തിന് സാധിച്ചല്ലോ എന്ന സന്തോഷത്തോടെ ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.